നമസ്കാരം. ഇന്നത്തെ യാത്ര ബേക്കൽ കോട്ടയിലേക്കാണ്. ബേക്കൽ കോട്ടയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. അറബിക്കടലിൻ്റെ തീരത്ത് വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കോട്ട. ഏകദേശം 40 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നത്. ബേക്കൽ കോട്ട നിർമ്മിച്ചതിനെക്കുറിച്ച് 3 അഭിപ്രായങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, വെങ്കിടപ്പ നായ്ക്കനാണ് ഇത് നിർമ്മിച്ചത് എന്നും, അതല്ല മറിച്ച് ഇക്കേരി രാജവംശത്തിൽപ്പെട്ട ശിവപ്പ നായ്ക്കനാണ് നിർമ്മിച്ചതെന്നുമുള്ള അഭിപ്രായമുണ്ട്. ഇതുകൂടാതെ കോലത്തിരി ആവാം ഇത് നിർമ്മിച്ചത് എന്നും ചരിത്രകാരന്മാരുടെ ഇടയിൽ അഭിപ്രായമുണ്ട്. പൂർണ്ണമായും ചുരുളഴിയാത്ത ചരിത്രമുള്ള കോട്ടയാണ് ബേക്കൽ കോട്ട. ബദനൂരിലെ ഇക്കേരി നായ്ക്കന്മാരുടെ കാലത്ത് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇക്കേരി നായ്ക്കന്മാരിലെ കൊളബി വംശജനായ ശിവപ്പ നായ്ക്കനാണ് ഇത് നിർമ്മിച്ചത് എന്നും, അതല്ല മറിച്ച് കോലത്തിരി രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചതെന്നും അഭിപ്രായമുണ്ട്. എന്ന് വെച്ചാൽ ശിവപ്പ നായ്ക്കൻ. ശിവപ്പ നായ്ക്ക് ഈ കോട്ട പുനർനിർമ്മിച്ചതാണ് എന്നും അഭിപ്രായമുണ്ട്. ബേക്കൽ കോട്ട താക്കോൽ ദ്വാരത്തിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ബൃഹത്തായ കോട്ടമതിൽ 3 വശത്തു നിന്നുള്ള അറബിക്കടലിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ തടയാൻ സുസജ്ജമാണ്. 4-ാം ചുമര് കരയിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നു. ഈ ടവറിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ കാഞ്ഞങ്ങാട്, പള്ളിക്കര, ബേക്കൽ, മാവൽ, കൊട്ടിക്കുളം, ഉദുമ എന്നീ പ്രദേശങ്ങളുടെ കാഴ്ചകളാണ് ഈ കോട്ടയുടെ മധ്യത്തിൽ നിന്നാൽ കിട്ടുന്നത്. ഈ കോട്ടയ്ക്ക് അകവശത്ത് 17 കിണറുകൾ, കുളങ്ങൾ, നിരീക്ഷണ ഗോപുരങ്ങൾ 3 എണ്ണം, ആയുധപ്പുര, സൈനിക പോസ്റ്റ്, തുരങ്കങ്ങൾ, കടലിലേക്കുള്ള തുരങ്കങ്ങളും ഗാർഡ് പോസ്റ്റിലേക്കുള്ള തുരങ്കങ്ങളായിട്ട് വ്യത്യസ്തമായ തുരങ്കങ്ങൾ എന്നിവയെല്ലാം പല പല രാജവംശങ്ങളും രാജാക്കന്മാരുമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഈ 50 അടിയുള്ള നിരീക്ഷണ ഗോപുരം ഇവിടുത്തെ അവസാനത്തെ രാജാവായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതാണ്. ഈ കോട്ടയുടെ ഭരണചരിത്രം പറയുകയാണെങ്കിൽ ഇക്കേരി നായ്ക്കന്മാരായിരിക്കാം ഭരിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ. അതിനുശേഷം ഹൈദരാലിയിൽ നിന്ന് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ. ഈ കോട്ട എന്തിനു നിർമ്മിച്ചു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ചുങ്കം പിരിക്കാനും വാണിജ്യത്തിനും വേണ്ടി നിർമ്മിച്ചതാണ് എന്നും, അതല്ല മറിച്ച് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചതാണ് എന്നും 2 വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്ഖനനത്തിൽ നിന്നും ഈ പ്രദേശത്ത് നിന്ന് മറ്റു പല പ്രദേശങ്ങളുടെയും നാണയങ്ങളും നാണയശേഖരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നാണയശേഖരങ്ങളുടെ കണ്ടെത്തൽ വെളിച്ചം വീശുന്നത് ഇത് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു എന്നുള്ളതിലേക്കാണ്. വാണിജ്യ പ്രാധാന്യത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്കേരി രാജാവായ ഹരി വെങ്കിടപ്പ കോട്ട നിർമ്മാണം തുടങ്ങി വെച്ചുവെന്നും ശിവപ്പ നായിക്കയുടെ കാലത്ത് ഈ കോട്ട പൂർത്തീകരിച്ചു എന്നാണ് അഭിപ്രായം. ഇക്കേരി രാജാക്കന്മാർക്ക് ഈ പ്രദേശത്തിൻ്റെ വാണിജ്യ പ്രാധാന്യം അറിവുള്ളതുപോലെ വിദേശികൾക്കും അത് അറിയാവുന്നതാണ്. ഏതു സമയത്തും ഇക്കേരി രാജാക്കന്മാർ ഒരു ആക്രമണം പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്ന് ഒരഭിപ്രായമുണ്ട്. 1645 മുതൽ 1660 കാലഘട്ടത്തിൽ ശിവപ്പ നായിക്കാണ് ഈ കോട്ട പൂർത്തീകരിച്ചത് എന്നാണ് ഒരഭിപ്രായം. ബേക്കൽ കോട്ടയ്ക്ക് ഏകദേശം 350 വർഷത്തിലധികം പഴക്കമുണ്ട്. ബേക്കൽ ഉൾപ്പെടുന്ന പ്രദേശം മഹോദയപുരം വാണ പെരുമാക്കാന്മാരുടെ അധീനതയിലായിരുന്നു. അവരുടെ പതനത്തിന് ശേഷം 12-ാം നൂറ്റാണ്ടിൽ കോലത്തിരി രാജവംശത്തിൻ്റെ അധീനതയിലായി. തെക്കൻ കർണാടകയിലെ ഇക്കേരി രാജവംശം ബദനൂർ കേന്ദ്രമാക്കിയാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഈ ബദനൂർ കേന്ദ്രമാക്കി രാജ്യം ഭരിച്ചിരുന്ന ഇക്കേരി രാജവംശത്തോട് കോലത്തിരി നിരന്തരം യുദ്ധം ചെയ്തിരുന്നു. ആ സമയങ്ങളിൽ അവരെ ബദനൂരിലെ രാജാക്കന്മാരെ ആക്രമിക്കാനായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ബേക്കൽ ഫോർട്ട് എന്ന് ചരിത്രകാരന്മാരിൽ അഭിപ്രായമുണ്ട്. അതല്ല മറിച്ച് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നും ഒരഭിപ്രായമുണ്ട്. അതായത് 1565 കോലത്തിരിയെ ഇക്കേരി രാജവംശം ആക്രമിച്ചുവെന്നും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും വലിയ തോതിൽ സൈനികരെ കൊന്നൊടുക്കുകയും ചെയ്തു എന്നും, ആ കൊന്നൊടുക്കിയ സൈനികരുടെ കുടുംബങ്ങൾ കോട്ടയ്ക്കകത്ത് ജീവനൊടുക്കിയെന്നും ഒരു കേട്ടുകേൾവിയുണ്ട്. 1763 ഹൈദരലി ബദനൂരിൻ്റെ അധിപനായി. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു ബേക്കൽ കോട്ട ഒരു പ്രധാന താവളമാക്കി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ സൈനിക കേന്ദ്രമാക്കിയിട്ട് ടിപ്പു സുൽത്താൻ ഇത് ഉപയോഗിക്കുന്നുണ്ടായി.
ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാരാൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഈ കോട്ട ബ്രിട്ടീഷുകാർ അവരുടെ കേന്ദ്രമാക്കി മാറ്റി. മലബാറിലെ സൈനിക നീക്കങ്ങൾക്കായിട്ട് അവർ ഈ ബേക്കൽ കോട്ട ഉപയോഗിച്ചു. അതുകൂടാതെ പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാരിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാർ ഈ കോട്ട ഉപയോഗിച്ചിരുന്നു. ചരിത്ര പ്രാധാന്യത്തിനപ്പുറം നാം ഇന്ന് കാണുന്ന ബേക്കൽ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്ഖനനവും നവീകരണവും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ്. ഒരുപക്ഷെ ബോംബെ എന്ന പേരിലുള്ള തമിഴ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ ഗാനരംഗത്തിൽ നായിക ഈ കോട്ടയുടെ ആകാശത്തു കൂടെയുള്ള പല കാഴ്ചകളുമുണ്ട്. ആ കാഴ്ചകളിലൊന്നും ഈ കാണുന്ന നടപ്പാതകളോ പൂന്തോട്ടങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. തികച്ചും ശൂന്യമായ ഒരു കോട്ടയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ നവീകരണ പ്രവർത്തനങ്ങൾ ദീർഘവീക്ഷണത്തോടെ ചെയ്തു എന്ന് വേണം പറയാൻ. അതിമനോഹരമായ അറബിക്കടലിൻ്റെ കാഴ്ചകൾ, നീല നിറത്തിലുള്ള വെള്ളവും തിരമാലകളും എല്ലാം ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കാണുന്ന പോലെയുള്ളൊരു കാഴ്ച കേരളത്തിൽ മറ്റ് 2 സ്ഥലങ്ങളിലാണ് ഉള്ളത്. അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്നിട്ടുള്ള കാഴ്ചയും രണ്ടാമത് വർക്കല ക്ലിഫിൽ നിന്നിട്ടുള്ള കാഴ്ചയും. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചയാണ് ബേക്കൽ കോട്ടയിൽ നിന്നിട്ട് അറബിക്കടലിനെ കാണുന്നത്. അറബിക്കടലിനെ ഇത്ര ഭംഗിയായിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, കേരള ടൂറിസത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ബേക്കൽ കോട്ടയാണ്. ഈ ബേക്കൽ കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പള്ളിക്കൽ ബീച്ചും അതുപോലെ റെഡ് മൂൺ ബീച്ചും കാണാൻ കഴിയും. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ നടപ്പാത കോട്ടമതിലിൻ്റെ അകത്തും പുറത്തും ഒരുപോലെ ഗംഭീരമായി നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഗെയിം ഓഫ് ത്രോൺ സീരീസിലെ പല രംഗങ്ങളും ഇവിടെയാണോ ചിത്രീകരിച്ചത് എന്ന് സംശയിച്ചു പോകും. അതിനും മാത്രം ഭീകരമായ നിർമ്മിതിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു കോട്ടകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ കോട്ടയുടെ ദൃഢതയും കടലിലേക്ക് തള്ളി നിൽക്കുന്ന കൊത്തളങ്ങളുമാണ്. ഒരുപക്ഷെ ക്രമമായ നവീകരണ പ്രവർത്തനങ്ങളാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഇത്തരം നിർമ്മിതികളെ നശിക്കാതെ സംരക്ഷിക്കുന്നത്. 40 ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന ഈ കോട്ട നടന്ന് കാണുക എന്നുള്ളത് ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അതുപോലെ തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളതും ഒരു പരിമിതിയാണ്. സമീപ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഈ ബേക്കൽ കോട്ട സന്ദർശിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രായമായ ഒരു മധ്യവയസ്കരുമായിട്ടുള്ള മിക്കവാറും ആളുകൾ ഈ യാത്ര മുഴുവിപ്പിക്കുന്നതായിട്ട് കണ്ടില്ല. കാര്യം ഈ 40 ഏക്കർ നടന്ന് കാണാമെന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ഈ വാഹനവും ഏർപ്പാടാക്കി അതിലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗൈഡിനെയൊക്കെ നിയമിച്ച ശേഷം ഈ ടൂറിസ്റ്റുകളെല്ലാം ഈ വാഹനത്തിൽ കയറ്റിയിട്ട് ഈ കോട്ട മുഴുവൻ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക്, ശാസ്ത്രീയമായ രീതിയിലേക്ക് നമ്മുടെ വിനോദസഞ്ചാരം വളരേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സമീപഭാവിയിലേക്ക് അത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ബേക്കൽ കോട്ടയുടെ ബീച്ചുകളിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷനില്ല. കോട്ടയുടെ ഭാഗമായിട്ടുള്ള ബീച്ചുകളിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷനില്ല. ഒരുപക്ഷെ ഒരു കോസ്റ്റ് ഗാർഡ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്തതോ കൊണ്ടാവാം. അത്തരം സൗകര്യങ്ങളും കൂടെ ഒരുക്കി എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടം ബേക്കൽ ഫോർട്ട് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ തദ്ദേശീയരായ ആളുകൾ പ്രധാനമായും 3 ഭാഷയാണ് സംസാരിക്കുക: മലയാളം, കന്നഡ, തുളു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കാസർഗോഡിനെ സപ്തഭാഷ സംഗമഭൂമി എന്നാണ് പറയുന്നത്. 7 ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ കാസർഗോഡ് ജില്ലയിൽ
ഉണ്ട്. ബേക്കൽ കോട്ടയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേക്കൽ കോട്ടയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്കുള്ള ദൂരം 5 കിലോമീറ്ററാണ്. അതുപോലെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ 16.5 കിലോമീറ്ററാണ്. അടുത്തായിട്ടുള്ളത് 2 റെയിൽവേ സ്റ്റേഷനാണ്. ഒന്ന് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനും മറ്റൊന്ന് കൂട്ടിക്കളം റെയിൽവേ സ്റ്റേഷനും. എയർപോർട്ട് ഫെസിലിറ്റി ആണെങ്കിൽ മംഗലാപുരത്താണ് ഒരു എയർപോർട്ട് ഉള്ളത്, ഏറ്റവും അടുത്തുള്ളത്. അത് 71 കിലോമീറ്ററാണ് അതിലേക്കുള്ള ദൂരം. കോട്ട മതിലിന് പുറമേ കൂടെയുള്ള യാത്ര അല്പദൂരം പിന്നിടുമ്പോൾ കോട്ടയുടെ കൊത്തളങ്ങൾക്കിടയിലായിട്ട് ഒരു തുരങ്കപാത കാണാം. അത് മുകളിലെ, അതായത് കോട്ടയ്ക്ക് മുകളിൽ നിന്ന് തുരങ്കം വഴി കടലിലേക്ക് ഇറങ്ങാവുന്ന ഒരു തുരങ്കപാതയാണ്. അതുപോലെ തന്നെ യാത്ര കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ കൊത്തളം, അതായത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കൊത്തളം ബീച്ചിന് അഭിമുഖമായിട്ടും നിൽക്കുന്നതായിട്ട് കാണാം. ബീച്ചിന് അഭിമുഖമായി നിൽക്കുന്ന കൊത്തളത്തിന് പാരലായിട്ട് ഒരു വിളക്ക് തറയും ഒരു പാലമരവും നിൽക്കുന്നുണ്ട്. ഭംഗിയുള്ള കാഴ്ചയാണ്. ആ ഒരു വിളക്ക് തറയുടെയും കടലിൻ്റെയും കോട്ടയുടെയും എല്ലാം കൂടെ ചേർന്നൊരു ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. കോട്ടയുടെ രൂപകൽപ്പനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ താക്കോൽ ദ്വാരത്തിൻ്റെ ആകൃതിയിലാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. കോട്ട മതിലിൻ്റെ അകവശത്തായിട്ട് 3 വാച്ച് ടവറുകളുണ്ട്. അതുകൂടാതെ കോട്ടയുടെ അകവശത്ത് നിന്ന് കടലിലേക്ക് ഇറങ്ങാവുന്ന രഹസ്യമായ തുരങ്കങ്ങളുണ്ട്. അതുപോലെ തന്നെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന 2 കൊത്തളങ്ങൾ, അതുപോലെ കരഭാഗത്തായിട്ട് കോട്ടമതിലിനോട് ചേർന്ന് കിടങ്ങുകൾ, ഇവയെല്ലാമാണ് ഈ കോട്ടയുടെ രൂപകൽപ്പനയുടെ പ്രാഥമികമായിട്ടുള്ള രൂപം. അതുകൂടാതെ അതിവിദഗ്ധമായി നിർമ്മിച്ചിട്ടുള്ള ജലസംഭരണി, പ്രഥമ ശുശ്രൂഷ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ ആയുധപ്പുര തുടങ്ങിയ കാഴ്ചകളാണ് ബാക്കിയായിട്ടുള്ളത്. കോട്ടയുടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള പൂന്തോട്ടങ്ങളും പുൽത്തകിടികളും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈവനിങ് സമയങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെയുള്ള ഫെസിലിറ്റിയും കൂടെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ സന്ദർശകർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ സൗകര്യവും നല്ല വൃത്തിയുള്ള ശുചിമുറികളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന അവശിഷ്ടങ്ങളിൽ പലതും പ്രഥമ ശുശ്രൂഷ കേന്ദ്രത്തിൻ്റെയും അവരുടെ ഓഫീസുകളുടെയും ആയുധപ്പുരകളുടെയും ഒക്കെയാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നും അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടില്ല. പ്രതിരോധവും ആക്രമണവും മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിച്ച കോട്ടയിൽ കൊത്തളങ്ങളിൽ പീരങ്കിക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കോട്ട മതിലിൽ 1 മുതൽ 3 നിരകളിലായിട്ട് ഗൺ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗൺ ഹോൾസിലൂടെ, ഏറ്റവും മുകളിലുള്ള ഗൺ ഹോൾസിലൂടെ അവർ ദൂരെയുള്ള ശത്രുവിനെ ലക്ഷ്യവെക്കുകയും അതുപോലെ താഴെയുള്ള ഹോൾസിലൂടെ അടുത്തുള്ള ശത്രുവിനെ ലക്ഷ്യമാക്കുകയാണ് ചെയ്യുന്നത്. നടുവിലായിട്ടുള്ള കിളിവാതിൽ പോലെയുള്ള ഏരിയയിലൂടെ ഈ യോദ്ധാവിന് പുറമേയുള്ള കാഴ്ചകൾ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ഇത്രയൊക്കെയാണ് ബേക്കൽ കോട്ടയിലെ കാഴ്ചകൾ. ബേക്കൽ കോട്ട കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ബേക്കൽ കോട്ടയിലേക്ക് എൻ്റർ ചെയ്യുന്ന വഴിയിൽ തന്നെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലും ഇതുപോലെ സമാനമായ ഒരു ഹനുമാൻ്റെ കോവിൽ കോട്ടയുടെ അകത്തായിട്ടുണ്ട്. ഇത്രയും കാഴ്ചകളോടുകൂടി ബേക്കൽ കോട്ടയിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. താങ്ക് യു.